വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ലാബ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ഒരു മോഡൽ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ലാബ് അസിസ്റ്റൻ്റ് എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു മോഡൽ പേപ്പർ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ SCRT ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും കണക്റ്റിംഗ് പോയിൻറ്റ്സും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ലാസ്സുകൾ ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏതാനും പ്രസ്താവനകൾ ചുവടെ നൽകുന്നു. കുറച്ച് പ്രസ്താവനകളാണ്, വായിച്ചു നോക്കാം. പെരിയാർ നദീതടത്തിലാണ് പട്ടണം സ്ഥിതി ചെയ്യുന്നത്. പട്ടണം എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പെരിയാർ നദീതടത്തിലാണ്. ശരിയാണല്ലോ, ശരിയാണല്ലേ. ഇന്നത്തെ പറവൂരിൽ എറണാകുളം ഭാഗത്താണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പെരിയാർ നദീതടത്തിലാണ് പട്ടണം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് ശരിയാണ്. ഇൻഡോ റോമൻ വ്യാപാരത്തിൻ്റെ പുരാവസ്തുപരമായ തെളിവുകൾ ലഭിച്ച കേരള തീരത്തെ ആദ്യ കേന്ദ്രമാണ് പട്ടണം. എന്താണ് പറയുന്നത്? ഇൻഡോ റോമൻ വ്യാപാരത്തിൻ്റെ പുരാവസ്തുപരമായ തെളിവുകൾ ലഭിച്ച കേരള തീരത്തെ ആദ്യ കേന്ദ്രമാണ് പട്ടണം. അതും ശരിയാണ്. 2007 മുതൽ കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ ഇവിടെ പര്യവേക്ഷണം നടത്തുന്നു. 2007 മുതൽ കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ ഇവിടെ പര്യവേക്ഷണം നടത്തിയിട്ടുണ്ട്. അതും ശരിയാണ്. മുസിരിസ് പൈതൃക പദ്ധതിയുടെ ആഭിമുഖ്യത്തിലാണ് പട്ടണത്തിൽ പര്യവേഷണം നടന്നത്. പട്ടണത്തിൽ പര്യവേഷണം നടന്നത് ആരുടെ ആഭിമുഖ്യത്തിലാണ്? മുസിരിസ് പൈതൃക പദ്ധതിയുടെ ആഭിമുഖ്യത്തിലാണ്. അതും ശരിയാണ്. അപ്പോൾ തന്നിരിക്കുന്ന പ്രസ്താവനകൾ എല്ലാം ശരിയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവനകൾ ഏതാണെന്നായിരുന്നു. 4 പ്രസ്താവനകൾ എല്ലാം ശരിയാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? പെരിയാർ നദീതടത്തിലാണ് പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഇൻഡോ റോമൻ വ്യാപാരത്തിൻ്റെ പുരാവസ്തുപരമായ തെളിവുകൾ ലഭിച്ച കേരള തീരത്തെ ആദ്യ കേന്ദ്രമാണ് പട്ടണം. 2007 മുതൽ കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ ഇവിടെ പര്യവേക്ഷണം നടത്തി. മുസിരിസ് പൈതൃക പദ്ധതിയുടെ ആഭിമുഖ്യത്തിലാണ് പട്ടണത്തിൽ പര്യവേഷണം നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. 100 300 500 700 എന്നിവ എന്തിന് ഉദാഹരണങ്ങളായിരുന്നു? 100 300 500 700 എന്ന് പറയുന്നത് ഏത് വിഭാഗങ്ങളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സൈനിക വിഭാഗങ്ങളാണ്. 100 300 500 700 എന്നിവ. നെക്സ്റ്റ്, 1813 ബ്രിട്ടീഷ് പാർലമെന്റിന് സമർപ്പിച്ച 5ാം റിപ്പോർട്ടിലെ പ്രധാന ഉള്ളടക്കം എന്താണ്? 1813 ബ്രിട്ടീഷ് പാർലമെന്റിന് സമർപ്പിച്ച 5ാം റിപ്പോർട്ടിലെ പ്രധാന ഉള്ളടക്കം എന്താണ്? ഓപ്ഷൻ സി, സെമീന്ദാർ കർഷകർ എന്നിവരുടെ പരാതികൾ. സെമീന്ദാർ കർഷകർ എന്നിവരുടെ പരാതികളാണ് 5ാം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. 1813 ബ്രിട്ടീഷ് പാർലമെന്റിന് 5ാം റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതിലെ പ്രധാന ഉള്ളടക്കമാണ് സെമീന്ദാർ കർഷകർ എന്നിവരുടെ പരാതികൾ. നെക്സ്റ്റ്, ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായ ചിന്തകന്മാർ, ആശയങ്ങൾ എന്നിവ ചുവടെ നൽകുന്നു. നമുക്കതിൽ ശരിയായ ജോഡികളാണ് കണ്ടുപിടിക്കേണ്ടത്. വോൾട്ടയർ യുക്തിചിന്ത, സമത്വം എന്നിവ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. വോൾട്ടയറിന്റെ ആശയമാണോ യുക്തിചിന്ത, സമത്വം എന്നിവ പ്രോത്സാഹിപ്പിച്ചത്? ആരാണ്? വോൾട്ടയർ തന്നെയാണല്ലേ. വോൾട്ടയറിന്റെ ആശയമാണ് യുക്തിചിന്ത, സമത്വം എന്നിവ. ഇനി റൂസോ ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു. ശരിയാണല്ലോ, റൂസോയാണ് ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചത്. മൊണ്ടസ്ക്യൂ ജനാധിപത്യം, റിപ്പബ്ലിക് എന്നിവ പ്രോത്സാഹിപ്പിച്ചു. മൊണ്ടസ്ക്യൂ ജനാധിപത്യം, റിപ്പബ്ലിക് എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ശരിയാണോ? ശരിയാണല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ 1, 2, 3 ശരിയാണ്. പഠിച്ചു വയ്ക്കുക. വോൾട്ടയറിന്റെ ആശയം എന്താണ്? യുക്തിചിന്ത, സമത്വം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. വോൾട്ടയർ ആണ് യുക്തിചിന്ത, സമത്വം എന്നിവ പ്രോത്സാഹിപ്പിച്ചത്. റൂസോ ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു. മൊണ്ടസ്ക്യൂ ജനാധിപത്യം, റിപ്പബ്ലിക് എന്നിവ പ്രോത്സാഹിപ്പിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശീതസമരകാലത്തെ സൈനിക സഖ്യങ്ങൾ, അംഗരാജ്യങ്ങൾ എന്നിവയുടെ വിശദാംശങ്ങളിൽ ശരിയല്ലാത്തത് ഏതാണ്? ശീതസമരകാലത്തെ സൈനിക സഖ്യങ്ങൾ, അംഗരാജ്യങ്ങൾ എന്നിവയുടെ വിശദാംശങ്ങളിൽ ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്തത് ബി ആണ്. ഓപ്ഷൻ ബി ആണ്
സീറ്റോ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ചേരി രാജ്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമുക്ക് തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ളത്. ബാക്കി ശരിയായത് മാത്രം പഠിച്ചു വയ്ക്കുക. നാറ്റോ അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്നാണ്. നാറ്റോ അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്നായിരുന്നു. അതുപോലെ സെൻഡോ അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്നിട്ടാണ്. സെൻഡോ എന്ന് പറയുന്നതും അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്നിട്ടായിരുന്നു. ഇനി വാഴ്സാ ഉടമ്പടി സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും ചേർന്നതാണ്. വാഴ്സാ ഉടമ്പടി സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും ചേർന്നതാണ്. അപ്പോൾ നാറ്റോ എന്ന് പറയുന്നത് അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്നതാണ്. ഇനി സെൻഡോ അമേരിക്കയും സെൻഡോയും അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്നതാണ്. അംഗരാജ്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വാഴ്സാ ഉടമ്പടി എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും ചേർന്നായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യ ഗവൺമെൻറ് 2023 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് പ്രകാരം തൊഴിൽ ചെയ്യാൻ കഴിയുള്ള ഏത് പ്രായത്തിലുള്ള ജനവിഭാഗമാണ് രാജ്യത്തിൻ്റെ തൊഴിൽ സേന? ഇന്ത്യ ഗവൺമെൻറ് 2023 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് പ്രകാരം തൊഴിൽ ചെയ്യാൻ കഴിയുള്ള ഏത് പ്രായത്തിലുള്ള ജനവിഭാഗമാണ് രാജ്യത്തിൻ്റെ തൊഴിൽ സേന? ഓപ്ഷൻസ് നോക്കാം. 15, 18, 20, 21 വയസ്സൊക്കെ തന്നിട്ടുണ്ട്. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഏതാണ്? ഓപ്ഷൻ എ 15 വയസ്സിനും അതിന് മുകളിലും. 15 വയസ്സിനും അതിന് മുകളിലും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥ ഏതാണ്? നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥയെ പറയുന്നത് എന്താണ്? ഘടനാപരമായ തൊഴിലില്ലായ്മ. ഘടനാപരമായ തൊഴിലില്ലായ്മ. നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥയാണ് ഘടനാപരമായ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. നെക്സ്റ്റ്. ഇന്ത്യയുടെ ദേശീയ ജനസംഖ്യാ നയം 2000-ന്റെ ദീർഘകാല ലക്ഷ്യമെന്താണ്? ഇന്ത്യയുടെ ദേശീയ ജനസംഖ്യാ നയം 2000-ന്റെ ദീർഘകാല ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ സി 2045ഓടെ സുസ്ഥിര സാമ്പത്തിക വളർച്ച, സാമൂഹിക പുരോഗതി എന്നിവയെ ബലപ്പെടുത്തുന്ന രീതിയിൽ ജനസംഖ്യ ക്രമപ്പെടുത്തുക. 2045ഓടെ സുസ്ഥിര സാമ്പത്തിക വളർച്ച, സാമൂഹിക പുരോഗതി എന്നിവയെ ബലപ്പെടുത്തുന്ന രീതിയിൽ ജനസംഖ്യ ക്രമപ്പെടുത്തുക. ഇന്ത്യയുടെ ദേശീയ ജനസംഖ്യാ നയം 2000-ന്റെ ദീർഘകാല ലക്ഷ്യമെന്നാണ്. 2045ഓടെ സുസ്ഥിര സാമ്പത്തിക വളർച്ച, സാമൂഹിക പുരോഗതി എന്നിവയെ ബലപ്പെടുത്തുന്ന രീതിയിൽ ജനസംഖ്യ ക്രമപ്പെടുത്തുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനായി റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിച്ച വർഷം ഏതാണ്? ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനായി റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1975-ലാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനായി റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിച്ച വർഷം ഏതാണ്? 1975. നെക്സ്റ്റ്. ആസൂത്രണ കമ്മീഷനെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആസൂത്രണ കമ്മീഷനെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഭരണഘടനാ ഭേദഗതിയിലൂടെ 1950 മാർച്ച് 15-ന് നിലവിൽ വന്നു. ഭേദഗതിയിലൂടെ നമുക്ക് ശരിയല്ലാത്ത പ്രസ്താവനയാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ തെറ്റാണ് അല്ലേ? 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. എന്നാൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ഒരു വാക്കാണ് നമുക്ക് തെറ്റായിട്ട് വന്നത് കേട്ടോ. നെക്സ്റ്റ്. സോവിയറ്റ് യൂണിയനിലെ ദേശീയ ആസൂത്രണ മാതൃക ഇന്ത്യ സ്വീകരിച്ചു. സോവിയറ്റ് യൂണിയനിലെ ദേശീയ ആസൂത്രണ മാതൃക ഇന്ത്യ സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട്. ശരിയാണോ? ശരിയാണല്ലേ? നമുക്ക് ശരിയല്ലാത്ത പ്രസ്താവന നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ്. മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയത്. മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയത് എന്ന് പറയുന്നത് എന്താണ്? ശരിയായ ആൻസറാണ്. പഞ്ചവത്സര പദ്ധതികൾക്കായി ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ട് അല്ലേ? ആ പഞ്ചവത്സര പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന ആരാണ്? ആസൂത്രണ കമ്മീഷനാണ്. അതും ശരിയാണ്. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15-നാണ് നിലവിൽ വന്നത്. സോവിയറ്റ് യൂണിയനിലെ ദേശീയ ആസൂത്രണ മാതൃക ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു.
മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയത്. പഞ്ചവത്സര പദ്ധതികൾക്കായി ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്തു. നെക്സ്റ്റ്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലായാണ് ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്നത്? ഏതൊക്കെ സംസ്ഥാനങ്ങളിലായാണ് ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്നത്? ഏതൊക്കെ സംസ്ഥാനങ്ങളിലായാണ്? ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്നത്. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ ഭാഗങ്ങളിലാണ് ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഏത് കാർഷിക വിളയുടെ ജന്മദേശമാണ് കർണാടകത്തിലെ ബാബാ ബുദാൻ കുന്നുകൾ? ഇന്ത്യയിൽ ഏത് കാർഷിക വിളയുടെ ജന്മദേശമാണ് കർണാടകത്തിലെ ബാബാ ബുദാൻ കുന്നുകൾ എന്ന് പറയുന്നത്? ഏതാണ് ഓപ്ഷൻ? ഏതാണ് വരുന്നത്? കാപ്പിയാണ് അല്ലേ. അപ്പോൾ കാപ്പി എന്ന് പറയുന്നതിന് പ്രസിദ്ധം ഏതാണ്, ഏത് സംസ്ഥാനമാണെന്നൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. കർണാടകയാണ്. കർണാടകത്തിലെ ബാബാ ബുദാൻ കുന്നുകളിലാണ് ഈ കാപ്പിയുടെ ജന്മദേശം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ കാപ്പിയുടെ ജന്മദേശം ചോദിക്കാം. അതുപോലെ തന്നെ ഏത് സംസ്ഥാനങ്ങളിലാണ് കാണപ്പെടുന്നതെന്നും ചോദിക്കാം. അപ്പോൾ ഇന്ത്യയിൽ ഏത് കാർഷിക വിളയുടെ ജന്മദേശമാണ് കർണാടകത്തിലെ ബാബാ ബുദാൻ കുന്നുകൾ എന്ന് പറയുന്നതാണ്? കാപ്പിയുടേതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർനിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായി രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർനിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായി രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഏതാണ് നമുക്ക് തന്നിരിക്കുന്നതിൽ മണ്ണിനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ലാറ്ററൈറ്റ് മണ്ണ് കേട്ടോ. ഓപ്ഷൻ സി ലാറ്ററൈറ്റ് മണ്ണ്. നെക്സ്റ്റ്, വിവിധ നദീതട പദ്ധതികൾ നിർമ്മിച്ചിരിക്കുന്ന നദികൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നു. ശരിയല്ലാത്ത ജോഡികൾ ഏതെല്ലാമാണ്? നോക്കാം. ഹിരാക്കുഡ് എവിടെയാണ്? ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മഹാനദിയിലാണ് ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്നത്. അത് ശരിയാണല്ലോ. അത് ശരിയാണ്. നെക്സ്റ്റ്, സർദാർ സരോവർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? നർമ്മദ നദിയിലാണ് അല്ലേ. സർദാർ സരോവർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? നർമ്മദ നദിയിലാണ്. അത് നമുക്ക് തെറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി കൃഷ്ണരാജ സാഗർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിലാണ്? നമുക്ക് തന്നിരിക്കുന്ന നർമ്മദ എന്നാണ്. അത് തെറ്റാണ്. നിസാം സാഗർ ഗോദാവരിയിലാണ്. അതും ശരിയാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ തെറ്റ് 2ഉം 3ഉമാണ്. 2ഉം 3ഉമാണ് നമുക്ക് തന്നിരിക്കുന്നതിൽ തെറ്റ്. അപ്പോൾ ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാനദിയിലാണ് ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്നത്. നിസാം സാഗർ ഗോദാവരിയിലാണ്. സർദാർ സരോവർ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? നർമ്മദയിലാണെന്ന് പറഞ്ഞു അല്ലേ. സർദാർ സരോവർ നർമ്മദയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി കൃഷ്ണരാജ സാഗർ സ്ഥിതി ചെയ്യുന്നത് കാവേരിയിലാണ് കേട്ടോ. കാവേരിയിലാണ് കൃഷ്ണരാജ സാഗർ സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? കാവേരിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിലെ ഋതുക്കളെ പറ്റി ചുവടെ നൽകുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏതാണ്? ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിലെ ഋതുക്കളെ പറ്റിയിട്ട് ചുവടെ നൽകിയിട്ടുണ്ട് കുറച്ച് ജോഡികൾ. ഇതിൽ നമുക്ക് തെറ്റായത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. മാർച്ച് മുതൽ ജൂൺ വരെ എന്താണ്? വസന്തമാണ്. ശരിയാണല്ലോ. മാർച്ച് മുതൽ ജൂൺ വരെ വസന്തമാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ എന്താണ്? ഗ്രീഷ്മമാണ് അല്ലേ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഗ്രീഷ്മമാണ്. ഇനി സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ ഏതാണ്? ഹേമന്തമാണ്. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ ഹേമന്തമാണ്. ഡിസംബർ മുതൽ മാർച്ച് വരെ വർഷകാലം എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതാണ് തെറ്റായ ആൻസർ. അപ്പോൾ ഡിസംബർ മുതൽ മാർച്ച് വരെ ഏത് കാലമാണ്? ശിശിരമാണ് അല്ലേ. ശിശിരമാണ്. നമുക്ക് വർഷകാലം എന്നാണ് തന്നിരിക്കുന്നത്. ഡിസംബർ മുതൽ മാർച്ച് വരെ ശിശിരമാണ്. അതുപോലെ തന്നെ വർഷകാലം ഏതാണ്? ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലാണ് അല്ലേ വർഷകാലം വരുന്നത്. അപ്പോൾ മാർച്ച് മുതൽ ജൂൺ വരെ വസന്തം, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഗ്രീഷ്മം, സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ ഹേമന്തം, ഡിസംബർ മുതൽ മാർച്ച് വരെ ശിശിരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയോജക മണ്ഡലങ്ങളുടെ അല്ലെങ്കിൽ വാർഡുകളുടെ അതിർത്തി നിർണ്ണയിക്കാൻ രൂപവൽക്കരിക്കുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയോജക മണ്ഡലങ്ങളുടെ അല്ലെങ്കിൽ വാർഡുകളുടെ അതിർത്തി നിർണ്ണയിക്കാൻ രൂപവൽക്കരിക്കുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ഡീലിമിറ്റേഷൻ്റെ കമ്മീഷൻ ചെയർമാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ഈ ഡീലിമിറ്റേഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് എന്തിനെയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയോജക മണ്ഡലങ്ങളുടെ അല്ലെങ്കിൽ വാർഡുകളുടെ അതിർത്തി നിർണ്ണയിക്കാൻ രൂപവൽക്കരിച്ചതാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ. അതിൻ്റെ ചെയർമാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകുന്ന സ്ഥാപനം ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകുന്ന സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കീലയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകുന്ന സ്ഥാപനം. നെക്സ്റ്റ്, എത്ര വയസ്സ് പൂർത്തിയായ വനിതകളാണ് കുടുംബശ്രീ അയൽക്കൂട്ടത്തിലെ അംഗങ്ങളാകുന്നത്? എത്ര വയസ്സ് പൂർത്തിയായ വനിതകളാണ് കുടുംബശ്രീ അയൽക്കൂട്ടത്തിലെ അംഗങ്ങളാകുന്നത്? എത്ര വയസ്സ് പൂർത്തിയാകണം? 18 വയസ്സ് പൂർത്തിയായ അംഗങ്ങളാണ് അല്ലേ കുടുംബശ്രീയിൽ ഉള്ള അയൽക്കൂട്ടത്തിലെ അംഗങ്ങളാകുന്നത്. 18 വയസ്സ് പൂർത്തിയായ ആൾക്കാരാണ്, വനിതകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലെ ജെറിയാട്രിക് കെയർ പദ്ധതി ഏതാണ്? കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലെ ജെറിയാട്രിക് കെയർ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ഹർഷമാണ്. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലെ ജെറിയാട്രിക് കെയർ പദ്ധതിയാണ് ഹർഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമഗ്രമായ വികസന ഇടപെടലുകളിലൂടെ കേരളീയരുടെ ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കുകയും അതുവഴി സംതൃപ്തവും സന്തോഷകരവുമായ ജീവിതം നയിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നത് ഏത് സംസ്ഥാന പദ്ധതിയുടെ അന്തിമ ലക്ഷ്യമാണ്? ക്വസ്റ്റ്യൻ എന്താണ്? സമഗ്രമായ വികസന ഇടപെടലുകളിലൂടെ കേരളീയരുടെ ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി സംതൃപ്തവും സന്തോഷകരവുമായ ജീവിതം നയിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നത് ഏത് സംസ്ഥാന പദ്ധതിയുടെ അന്തിമ ലക്ഷ്യമാണ്? ഓപ്ഷൻ സി 14ാം പഞ്ചവത്സര പദ്ധതി. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് അല്ലേ സംതൃപ്തവും സന്തോഷകരമായ ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കുക എന്നൊക്കെ പറയുന്നത് 14ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. സംസ്ഥാന പദ്ധതിയുടെ ലക്ഷ്യമെന്നും കൂടെ പഠിച്ചു വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ്, ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകൾ ഏതെല്ലാമാണ്? ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകൾ ഏതെല്ലാമാണ്? ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് കണ്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ ചെയ്തപ്പോൾ കണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ ഇതിൽ. അപ്പോൾ ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകളാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് നോക്കാം. എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അതുപോലെ അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയൊക്കെ എന്താണ് ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകളാണ്. ഓപ്ഷൻ വരുന്നത് 1, 2, 3 ശരി എന്നാണ്. എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയൊക്കെ എന്താണ് ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകളാണ്. നെക്സ്റ്റ്, അധികാര വിഭജനം പരാമർശിക്കുന്ന ഭരണഘടനയിലെ പട്ടിക ഏതാണ്? അധികാര വിഭജനം പരാമർശിക്കുന്ന ഭരണഘടനയിലെ പട്ടിക ഏതാണ്? അധികാര വിഭജനം പരാമർശിക്കുന്ന ഭരണഘടനയിലെ പട്ടിക ഏതാണ്? 7ാം പട്ടികയാണ് അല്ലേ. 7ാം പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത്. ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നു. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ലിസ്റ്റിനെ കുറിച്ചൊക്കെ പറയുന്നത്, അതായത് അധികാര വിഭജനത്തെ കുറിച്ച് പറയുന്നത് എത്രാമത്തെ പട്ടികയിലാണ്? 7ാം പട്ടികയിലാണ്. ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന കണ്ടുണ്ട്. നെക്സ്റ്റ്, ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാതെ അവശേഷിക്കുന്ന അധികാരങ്ങൾക്ക് ഉദാഹരണമായ വിഷയം ഏതാണ്? അതായത് നമ്മൾ പറഞ്ഞ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന 3 വിഷയങ്ങളുണ്ട്. അതല്ലാതെ തന്നെ എന്താണ് അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട് അല്ലേ. ആ അവശിഷ്ട അധികാരങ്ങൾക്ക് ഉദാഹരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, സൈബർ നിയമങ്ങളാണ് വരുന്നത്. സൈബർ നിയമങ്ങൾ എന്നിവ വരുന്നത് ഏതിലാണ്? ഈ അവശിഷ്ട അധികാരങ്ങളിലാണ് സൈബർ നിയമങ്ങൾ വരുന്നത്. നെക്സ്റ്റ്,
ഭരണഘടനാ പ്രകാരം ലോകസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? ഭരണഘടനാ പ്രകാരം ലോകസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? 550 ആണ് കേട്ടോ. ലോകസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? 550. നെക്സ്റ്റ്, എന്താണ് സ്വകാര്യ ബിൽ എന്ന് പറയുന്നത്? എന്താണ് സ്വകാര്യ ബിൽ? സ്വകാര്യ ബില്ല് എന്ന് വെച്ചാൽ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. മന്ത്രിയല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലിനെയാണ് സ്വകാര്യ ബില്ല് എന്ന് പറയുന്നത്. മന്ത്രിയല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലിനെയാണ് സ്വകാര്യ ബില്ല് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? പ്രകാശിക സാന്ദ്രത പദാർത്ഥ സാന്ദ്രതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതാണ് നമുക്കിതിൽ തെറ്റായിട്ടുള്ളത് കേട്ടോ. ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ എ ആണ്. പ്രകാശിക സാന്ദ്രത പദാർത്ഥ സാന്ദ്രതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഒരു ബന്ധവുമില്ല, അപ്പോൾ അതാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശവേഗം കുറവായിരിക്കും. അല്ലേ? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശവേഗം എന്തായിരിക്കും? കുറവായിരിക്കും. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ പ്രകാശത്തിന്റെ വേഗം കൂടുതലായിരിക്കും. നേരെ ഓപ്പോസിറ്റ് അല്ലേ? പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലാണെങ്കിലോ പ്രകാശത്തിന്റെ വേഗം കൂടുതലായിരിക്കും. പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം വജ്രമാണ്. പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏതാണ്? വജ്രമാണ്. അതും ശരിയാണ്. അപ്പോൾ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശവേഗം കുറവായിരിക്കും. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ പ്രകാശത്തിന്റെ വേഗം കൂടുതലായിരിക്കും. പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏതാണ്? വജ്രമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൂർണ്ണാന്തര പ്രതിപതനം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണമല്ലാത്തത് ഇതാണ്. അപ്പോൾ പൂർണ്ണാന്തര പ്രതിപതനത്തിന് ഉദാഹരണം ഏതാണെന്ന് പഠിച്ചിരിക്കണം അല്ലേ? നോക്കാം. ഫസ്റ്റ് എന്താണ്? വാഹനങ്ങളിലെ ടൈൽ ലാമ്പുകളിലെ റിഫ്ലക്റ്റർ എന്ന് പറയുന്നതാണ് പൂർണ്ണാന്തര പ്രതിപതനത്തിന് എക്സാമ്പിളാണ്. പെരിസ്കോപ്പ് എന്താണ്? പെരിസ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്? പൂർണ്ണാന്തര പ്രതിപതനം ഉപയോഗിക്കുന്നതാണ് അല്ലേ? പെരിസ്കോപ്പും ഉപയോഗിക്കുന്നുണ്ട്. ഒപ്റ്റിക്കൽ ഫൈബറും എന്താണ്? പൂർണ്ണാന്തര പ്രതിപതനം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ 3 എന്താണ്? സന്ദർഭങ്ങളാണല്ലേ? പൂർണ്ണാന്തര പ്രതിപതനത്തിന് അനുയോജ്യമായ സന്ദർഭങ്ങളാണ്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ് തെറ്റ് വരുന്നത്. ടെലസ്കോപ്പ് എന്ന് പറയുന്നത് അതിൽ വരുന്നില്ല. ഓക്കെ, അപ്പോൾ പൂർണ്ണാന്തര പ്രതിപതനം ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? പെരിസ്കോപ്പ്, ഒപ്റ്റിക്കൽ ഫൈബർ, വാഹനങ്ങളിലെ ടൈൽ ലാമ്പുകളിലെ റിഫ്ലക്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു കാറിൻ്റെ പ്രവേഗം 10 സെക്കൻഡ് കൊണ്ട് 6 മീറ്റർ/സെക്കൻഡിൽ നിന്നും 16 മീറ്റർ/സെക്കൻഡിലേക്ക് എത്തുന്നുവെങ്കിൽ ഈ സമയം കൊണ്ട് കാറിനുണ്ടായ സ്ഥാനാന്തരം എത്രയാണ്? ഒരു കാറിൻ്റെ പ്രവേഗം 10 സെക്കൻഡ് കൊണ്ട് 6 മീറ്റർ/സെക്കൻഡിൽ നിന്ന് 16 മീറ്റർ/സെക്കൻഡിലേക്ക് എത്തുവാണ് എങ്കിൽ ഈ സമയം കൊണ്ട് കാറിനുണ്ടായ സ്ഥാനാന്തരം എത്രയാണ്? കറക്റ്റായ ആൻസർ ഓപ്ഷൻ സി ആണ്. 110 മീറ്റർ ആണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സ്ഥാനാന്തരമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് സ്ഥാനാന്തരം കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? ശരാശരി വേഗത ഇൻറ്റു സമയമാണ്. ഏവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. നമുക്ക് തന്നിരിക്കുന്നതിൽ ഏവറേജ് കണ്ടുപിടിക്കണം. അപ്പോൾ ഏവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് തന്നിരിക്കുന്നത് 6 മീറ്റർ/സെക്കൻഡിൽ നിന്ന് 16 മീറ്റർ/സെക്കൻഡിലേക്ക് മാറി എന്ന് പറയുന്നുണ്ട് അല്ലേ? 6 മീറ്റർ/സെക്കൻഡിൽ നിന്ന് 6 മീറ്ററിൽ നിന്നും 16 മീറ്റർ/സെക്കൻഡിലേക്ക് മാറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി, അതായത് ആദ്യ പ്രവേഗം അല്ലേ? ഇനീഷ്യൽ വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ആദ്യ പ്രവേഗത്തിൻ്റെ ഇക്വേഷൻ. ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് ഇതാണ്, 6 ആണ് ആദ്യ പ്രവേഗം എന്ന് പറയുന്നത്. ഇനി അവസാന അന്ത്യപ്രവേഗം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കെന്ന് പറയാം ഫൈനൽ വെലോസിറ്റി എന്ന് പറയാം അല്ലേ? അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് എത്രയാണ്? 16 മീറ്റർ/സെക്കൻഡിലേക്കാണ് മാറിയിരിക്കുന്നത്. നമുക്കിവിടെ ആവറേജ് വെലോസിറ്റി എങ്ങനെയാണ് കാണാം? 16 പ്ലസ് 6/2 ചെയ്യാം അല്ലേ? 16 പ്ലസ് 6/2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 22/2 എന്നല്ലേ? 22/2. അതായത് നമുക്ക് എത്ര കിട്ടി? 11 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? അതായത് നമുക്ക് സ്ഥാനാന്തരമാണ് കാണുന്നത്. സ്ഥാനാന്തരത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ഇൻറ്റു ടൈമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ അല്ലേ?
അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്ക് രണ്ട് വെലോസിറ്റി തന്നിട്ടുണ്ട്. നമുക്കതിൽ നിന്നും ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കണം. ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നതിനായിട്ട് ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ബൈ 2 ആണ്. അതായത് അന്ത്യപ്രവേഗം പ്ലസ് ആദ്യ പ്രവേഗം ബൈ 2 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ആവറേജ് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ രണ്ട് സംഖ്യ കൊണ്ട് കൂട്ടി ബൈ 2 ചെയ്യും അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് 6 + 16/2 ചെയ്യുമ്പോൾ നമുക്ക് 22/2 = എത്ര കിട്ടി? 11 എന്ന് കിട്ടി. നമുക്കിപ്പോൾ വെലോസിറ്റി കിട്ടിയല്ലോ. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷൻ എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം ആണല്ലേ. ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് നമുക്ക് ഇക്വേഷൻ വെച്ച് നമുക്ക് കിട്ടിയപ്പോൾ എത്ര കിട്ടിയിട്ടുണ്ട്? നമുക്ക് ആവറേജ് വെലോസിറ്റി എത്രയാണ് നമുക്ക് കിട്ടിയത്? 11 എന്ന് കിട്ടിയിട്ടുണ്ട്. 11 ഇൻറ്റു ടൈം എത്രയാണ്? ടൈം 10 സെക്കൻഡ് ആണല്ലേ. 10 സെക്കൻഡാണ്. 11 ഇൻറ്റു 10 എത്ര കിട്ടും? 110 എന്ന് കിട്ടും. 110 മീറ്റർ എന്ന് കിട്ടും. അതാണ് നമുക്ക് ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ? നമ്മുടെ സ്ഥാനാന്തരം കാണുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. നമുക്ക് തന്നിരിക്കുന്നത് ആവറേജ് ആണ് വെലോസിറ്റി. അത് കാരണം നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി അതായത് ആദ്യ പ്രവേഗം പ്ലസ് അന്ത്യപ്രവേഗം ബൈ 2 ചെയ്തപ്പോൾ നമുക്ക് ആവറേജ് ശരാശരി വേഗത കണ്ടുപിടിച്ചു. ശരാശരി വേഗത ഇൻറ്റു സമയത്തിൽ നമുക്ക് ഇക്വേഷൻ ഇട്ട് കൊടുത്തപ്പോൾ നമ്മുടെ വാല്യൂസ് ഇട്ട് കൊടുത്തപ്പോൾ 11 ഇൻറ്റു 10 = എത്ര കിട്ടി? 110 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. മോഡൽ പേപ്പറാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. നമ്മുടെ ക്ലാസ്സുകൾ ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.